നമസ്കാരം. എല്ലാവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഗ്ലോബൽ മാർക്കറ്റിൽ നടന്നത്. എസ്പെഷ്യലി ക്രിപ്റ്റോയിലെല്ലാം തന്നെ വലിയ ബ്രേക്ക് ഔട്ട് നടന്നു. യു എസിലെ ജാക്സൺ ഹോൾ സിംസിൽ ജെറോം പവൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആദ്യമായിട്ട് വളരെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു. അതുവഴി യു എസ് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്തു, ക്ലോസ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റിയും കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു 100 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡ് പോയി എന്നുള്ളൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഈ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷ സാധ്യതകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആണ്. അതായത് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വശം ഒരു ഭാഗത്ത്, യുദ്ധം ഈവൻ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് പല പ്രാവശ്യവും. എന്നാലും ഈ തവണ ഇന്നും അത് ചെറിയ തോതിൽ റിയാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഒരു 100 പോയിൻറ്റ് അപ്സൈഡ് പോയിരുന്നു. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ആ ഒരു 100 പോയിൻറ്റ്, അതായത് 24,854 ആയിരുന്നു നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24,900 എന്ന ഒരു റേഞ്ചിലാണ്. അതിപ്പോൾ നമ്മൾ ന്യൂസ് നിങ്ങൾ കാണുന്ന സമയത്ത് ആ ഒരു നിഫ്റ്റി പോലെ തന്നെ ട്രേഡ് ചെയ്യുന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റി. അതുകൊണ്ട് തന്നെ ആ വാല്യൂ തന്നെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഇപ്പോൾ അതാണ് മാർക്കറ്റിലുള്ളത്. അതായത് ഒരു മിക്സഡ് ആയിട്ടുള്ള അവസ്ഥ. പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇടകലർന്ന് എന്നുള്ള രീതിയിലാണ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. ഏഷ്യൻ ടോപ്പിൽ ബിറ്റ്കോയിൻ 64,000 നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. അതിന് താഴെ ബ്രന്റ് ഓയിൽ 78, തൊട്ട് താഴെ ഓസ്ട്രേലിയ പോസിറ്റീവാണ്. കൂടാതെ തന്നെ ചൈന ഫ്ലാറ്റാണ്, കൊറിയ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് മാത്രം 1% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ എന്നാൽ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് 13.35. അതിന് താഴെയുള്ള ഡാക്സ്, CSE 40, FTSE, ഡോ, നാസ്ഡാക്ക് എല്ലാം തന്നെ യൂറോപ്യൻ മാർക്കറ്റാണ്. അത് പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഇനി ഈ ഒരാഴ്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് വലിയ ഈവൻറ്റുകൾ വരുന്നുണ്ട്. US നിന്ന്, ജർമ്മനിയിൽ നിന്ന് യൂറോ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് ഉണ്ട്. US GDP, ഇന്ത്യയുടെ GDP, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ ഗ്ലോബൽ ഈവൻ്റ് എന്ന് പറഞ്ഞ ടാബിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. ഇന്നലെയും 2 ദിവസം അടുപ്പിച്ച് ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് സൗണ്ട് ചെറിയൊരു പ്രശ്നമാണ്. അപ്പോൾ പറയുന്നത് ക്ലാരിറ്റി ആണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകളെ തന്നെ പരിശോധിക്കാം. ആദ്യം നിഫ്റ്റിയുടെയാണ്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 2 വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വളരെ നാരോ ആയിട്ട് നിഫ്റ്റിയിൽ ഷോർട്ട് സ്ട്രാഡിൽ ചെയ്ത ആളുകൾക്ക് എല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇന്നും നിഫ്റ്റിയിൽ 24,823 അറ്റ് ദ മണി തന്നെ ഷോർട്ട് സ്ട്രാഡിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. PCR 1.2 ആണ്. നിഫ്റ്റി സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണെന്നാൽ അതല്ല ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥ. 0.86 ആണ് PCR. കൂടുതൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 51,000, 51,500 ഹ്യൂജ് കോൾ റൈറ്റിംഗ് ഉണ്ട്. ബാങ്ക് എക്സും അതുപോലെ തന്നെയാണ്. 0.51 ആണ് PCR. 54,500, 54,800, 58,500, 58,700, 59,000 എല്ലാം തന്നെ ഹ്യൂജ് കോൾ റൈറ്റിംഗ് ഉണ്ട്. 57,000 ഒക്കെയാണ് സപ്പോർട്ട് സോണായിട്ട് ബാങ്ക് എക്സിലുള്ളത്. ബാങ്ക് എക്സ് എന്ന് പറയുന്നത് BSEയുടെ ബാങ്കിങ് കമ്പനികളുടെ ഇൻഡെക്സാണ്. എങ്ങനെയാണോ ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെയാണ് ബാങ്ക് എക്സും. അപ്പോൾ അതിൻ്റെ എക്സ്പയറിയാണ് ഇന്നുള്ളത്. അപ്പോൾ പണ്ട് ആളുകൾ നിഫ്റ്റിയിൽ തന്നെ തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെ കയറുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാ ദിവസവും യുദ്ധ സാഹചര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിലേക്ക് കയറണമെന്നില്ല. അതിനു മുമ്പ് ഓരോ ജംഗ്ഷനുണ്ട്. ബാങ്ക് നിഫ്റ്റി ബുധനാഴ്ചയാണ്, ഫിൻ നിഫ്റ്റി ചൊവ്വാഴ്ചയാണ്, ഇന്ന് ബാങ്ക് എക്സ് ആണ്. അപ്പോൾ അതായത് വലിയ ഓവർനൈറ്റ് ഹോൾഡിംഗ് ഒന്നും ചെയ്യപ്പെടണമെന്നുള്ള നിർബന്ധമില്ല. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, ടെക്നോഗ്രീൻ സൊല്യൂഷൻ കമ്പനി അവരുടെ പുതിയ യൂണിറ്റ് US-ലും സിംഗപ്പൂരും ഓപ്പൺ ചെയ്തു. ടാക് ഇൻഫോ കമ്പനി അമേരിക്കൻ സൈബർ സെക്യൂരിറ്റി ഫേമിനെ അക്വയർ ചെയ്തു. KC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1,000 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. വർദ്ധമാൻ ടെക്സ്റ്റൈൽസ് കമ്പനി ഇവർക്ക് 300 കോടി രൂപയുടെ ടെക്സ്റ്റൈൽസ് ഓർഡർ കിട്ടി. അംബുജ സിമെൻറ്റിൽ JQG പാർട്ട്ണർ അംബുജ സിമെൻറ്റിലെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്.
അദാനി ഗ്രൂപ്പിൽ വലിയ തോതിൽ നിക്ഷേപം നടത്തിയ കമ്പനിയായിരുന്നു ജഗ്വിജി പാർട്ണർ. ഹീറോ മോട്ടോ കോർപ്പ് ഇവിടെ പുതിയ സബ്സിഡിയറി കമ്പനിയുടെ IPO ഓപ്പൺ ചെയ്യുകയാണ്. 900 കോടി രൂപയുടെ IPO. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി ഷെയർ ബൈബാക്ക് ചെയ്യുന്നുണ്ട്. 1200 കോടി രൂപയുടെ ഓർഡർ ബൈബാക്ക്. ONGC കമ്പനി ഇവരുടെ പുതിയ ബ്ലോക്കിൽ നിന്ന് മൈനിങ് അവർ ആരംഭിച്ചു, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. FDC കമ്പനി ഹിമാചൽ പ്രദേശിലുള്ള ഇവരുടെ യൂണിറ്റിൽ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇൻസ്പെക്ഷൻ നടത്തി. ഒബ്സർവേഷൻസ് ഒന്നും തന്നെ റൈസ് ചെയ്തിട്ടില്ല. IDFC കമ്പനി 202 കോടി രൂപയുടെ ടാക്സ് റീഫണ്ട് കിട്ടി. JSW എനർജി കമ്പനിക്ക് 250 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ളൊരു പുതിയ വിൻഡ് പവർ പ്രൊജക്റ്റ് അദാനി ഇലക്ട്രിസിറ്റി മുംബൈയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ നേരെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മാർക്കറ്റ് മിക്സ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്, എന്നാൽ നെഗറ്റീവായിട്ടുള്ള ആവർത്തിക്കപ്പെട്ട നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറുഭാഗത്ത്. അപ്പോൾ അതല്ല, ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ ഇല്ലാതിരുന്നെങ്കിൽ മാർക്കറ്റ് ഗംഭീരമായ രീതിയിലൊക്കെ മൂവ് ചെയ്തേനെ. ഇതിപ്പോൾ അതല്ല സ്ഥിതി. ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് മാർക്കറ്റിൽ. FIs കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ FIസിൻ്റെ ഭാഗത്തു നിന്ന് ബൈയിങ് ആണ് കണ്ടത്. അപ്പോൾ FIs 2 ദിവസമായിട്ട് ബൈ നടത്തി. കഴിഞ്ഞ ആഴ്ചയിൽ DIs ഏകദേശം 13,000 കോടി രൂപക്ക് ബൈ നടത്തിയിട്ടുണ്ട്. FIs വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ബൈ നടത്തിയത്. എന്നാൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ എല്ലാ ദിവസവും 13,000 കോടി രൂപക്കാണ് ബൈ നടത്തിയിട്ടുള്ളത്. ഹ്യൂജ് ബൈയിങ് ആണ് DIസിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം ദീപാവലിയൊക്കെ വരികയാണ്. മുഹൂർത്ത് ട്രേഡിങ് എല്ലാ ആൾക്കാർക്കും ഓർമ്മയുണ്ടാവും. മുഹൂർത്ത് ട്രേഡിങ്, ദീപാവലി, അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ ദീപാവലിക്ക് മുമ്പ് തന്നെ മാർക്കറ്റിൽ ഇങ്ങനെയുള്ളൊരു ബൈയിങ് കാണാറുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണ്, ശരിയാണ്. 25,000 നിന്ന് വളരെ പോയിൻ്റ്, ഇപ്പോൾ 24,900 ആണ് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഓൾ ടൈം ഹൈ മേ ബി ഇന്ന് ആ ഒരു നെഗറ്റീവ് ന്യൂസ് ഇല്ലാതിരുന്നെങ്കിൽ ഇന്ന് തന്നെ ഭേദിക്കപ്പെട്ടേനെ. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് FIs കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബൈയിങ്ങിലേക്ക് തിരികെ എത്തിയതും. DIs സ്വാഭാവികമായ രീതിയിൽ FIs അറ്റ്ലീസ്റ്റ് ബൈ നടത്തുമ്പോൾ DIs സെല്ല് ചെയ്യാറുണ്ടായിരുന്നു, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലും DIസും ബൈയിങ് മോഡിലേക്ക് പോയിട്ടില്ല. സെല്ലിംഗ് മോഡിലേക്ക് പോയിട്ടില്ല. അവരും ബൈയിങ് മോഡിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു ദീപാവലി പോലെയുള്ള ആഘോഷങ്ങളിൽ മാർക്കറ്റ് പൊതുവെ സ്വാഭാവികമായ രീതിയിൽ മുകളിലേക്ക് പോകപ്പെടാറുണ്ട്. മുൻ വർഷങ്ങളിൽ മാർക്കറ്റിനെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനി മുതൽ മാർക്കറ്റ് ബുള്ളിഷാണ് എന്നുള്ള രീതിയിൽ ഒരു വ്യാഖ്യാനങ്ങളൊന്നും നടത്താൻ താല്പര്യപ്പെടുന്നില്ല. വിപണിയാണ്. ദീപാവലി എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ്. പെയിൻറ്റ്, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി, എസ്പെഷ്യലി ടൈറ്റാനൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ 5% ഗെയിൻ ചെയ്തതും ഈ ദീപാവലിക്ക് മുന്നോടിയാണ് എന്ന് പറയപ്പെടേണ്ടി വരും. എനിവേ എല്ലാ ആളുകളും ഇൻഡിവിജ്വലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ന്യൂസ് എല്ലാം തന്നെ അതിൻ്റെ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് മാത്രമായിട്ട് പരിഗണിച്ചാൽ മതി. നിങ്ങളാണ് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.